നടന്നാൽ നല്ല ബന്ധമാണ്. മേനോട് അമ്മയോട് ചോദിച്ചോ? ചോദിക്കാതിരിക്കുകയാണ് നല്ലത്. അത് പാടില്ല. അമ്മയ്ക്ക് ഒറ്റ മകനല്ലേ മേനോൻ? അമ്മയ്ക്ക് സമ്മതമല്ല. എന്താ സമ്മതമല്ലാതാവാൻ? അവരൊക്കെ പഴയ പ്രതാപം പറഞ്ഞിരിക്കുന്ന കൂട്ടരാ. ചെമ്മല പുതുശ്ശേരിക്കാര് പേരാറ്റുപട വീട്ടുകാരേക്കാൾ ആഠ്യമാണെന്നായിരിക്കും അമ്മയുടെ വിചാരം അല്ലേ? കല്യാണം കഴിഞ്ഞാൽ അതൊക്കെ ശരിയാവില്ലേ? അത്ര വില വെച്ചിട്ടൊന്നും വേണ്ട. കത്തിൽ നിന്നിരുന്ന കൂട്ടത്തിലാണ് ഞങ്ങളുടെ നിലപാടും. അയ്യോ, അതിത്ര പറയാനുണ്ടോ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? മേനോൻ അറിയാമായിരിക്കും, പക്ഷെ മേനോൻ നമ്മൾക്കറിയില്ല. പറഞ്ഞില്ലേ അമ്മയോട്? അതിനെ കേൾക്കാൻ ക്ഷമിച്ചിട്ട് വേണ്ടേ? അവളിവിടെ കെട്ടിക്കിടക്കൊന്നുമല്ല. ഞാനൊന്ന് മൂന്നാം കത്തിരിക്കാം ഓരോരുത്തര്. ശോഭിക്കായിരിക്കൂ. ഞാൻ പിന്നെ വരാം. നമുക്ക് കാര്യങ്ങളെല്ലാം ഭംഗിയായി സംസാരിച്ചു തീർക്കാം. ഞാൻ മറ്റേ ഇനിയിപ്പോ എന്താ ചെയ്യാ? ആ തള്ളയ്ക്ക് നമ്മുടെ പാരമ്പര്യം എന്താണെന്ന് മനസ്സിലായി കാണില്ല. അതിനെന്താ ഒരു വഴി? ആ വഴിയുണ്ട്. ആരുമില്ലേ ഇവിടെ? ഈ വാതിലും ജനലുമെല്ലാം തുറന്നിട്ട് അകത്ത് കയറി ഇരിക്കുകയാണോ? പണ്ടത്തെ കാലമൊന്നുമല്ല. ആരാ? കേട്ട് കാണും. പേരാറ്റുപട വീട്ടിൽ അയ്യപ്പൻ നായർ. ഓ, ആ ചായക്കടക്കാരൻ താനാണോ? എന്തേ തോന്നുന്നത്? മകൻ പറഞ്ഞില്ലേ? പറഞ്ഞു. പക്ഷെ കണ്ട ചായപ്പീടിയക്കാരന്റെ മകളെ എന്റെ മരുമകളായി ഈ വീട്ടിൽ കയറ്റാൻ പറ്റൂല. അത് പറയാനായിട്ട് ഇങ്ങോട്ട് വരണമെന്നില്ല. സാമൂതിരിയുടെ പടനായന്മാരായിരുന്നു എന്റെ പൂർവികർ. ചെമ്മലപൂടശ്ശേരിക്കാരുടെ പടി ചവിട്ടാൻ അവർക്ക് യോഗ്യതയില്ല. കുറച്ചുകൂടി മര്യാദയ്ക്ക് സംസാരിക്കുന്നതല്ലേ ഭംഗി? ഇത്രയും കാലം പഠിക്കാത്ത മര്യാദ താൻ ഇനി പഠിപ്പിക്കണ്ട. അപ്പോ നിങ്ങൾക്ക് ഈ ബന്ധം സമ്മതമല്ല എന്നാണോ? അത് ഇനിയും പറയണോ? പണത്തിന്റെ കാര്യത്തിൽ എനിക്ക് അല്പം കുറവുള്ളൂ. ഉപ്പ് വിറ്റാൽ ഉഷിരി വിൽക്കുന്നവനല്ല അയ്യപ്പൻ നായർ. എന്നാ താമസിപ്പിക്കണ്ട, ഇറങ്ങിയാട്ടെ. ഇനി ഇറങ്ങാ തിന്നാകുന്ന സ്വഭാവം എനിക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ ഇഷ്ടപ്രകാരമല്ലാതെ ഈ വീട്ടിനകത്ത് യാതൊന്നും സംഭവിക്കില്ല. എന്റെ കാലം കഴിഞ്ഞിട്ട് ഏത് ചായക്കടയാണ് ഞാൻ സമ്മതം ചെയ്തോട്ടെ. എന്നാ നിങ്ങൾ ജീവനോട് ഉറപ്പത്തല്ലേ ഈ സമ്മതം ഞാൻ നടത്തും. ഓ, പെണ്ണിനെയും ചെറുക്കനെ അനുഗ്രഹിക്കാനേ മുഹൂർത്തത്തിന് ഞാൻ അവിടെ കാണും. കാണാം. പോയ കാര്യം എന്തായി? ഞാനും തന്നെ സമ്മതിച്ചോ? ഈ കല്യാണം എത്രയും വേഗം നടത്തിയാൽ നമുക്ക് നമ്മുടെ മാനം കാക്കാം. അപ്പൊ സമ്മതിച്ചില്ലേ? ആ സമ്മതിക്കണം. ആ തവ ജീവനോട് ഇരിക്കുമ്പോ അവരുടെ മകനെ കൊണ്ട് ചായപ്പിടിക്കാരന്റെ മോളെ കല്യാണം കഴിപ്പിക്കില്ലാത്രേ. എന്ത് പറഞ്ഞു? നടക്കട്ടെ കാര്യം ഞാനും പറഞ്ഞു. അച്ഛനായി നാളെ മോനൊക്കെ വാക്ക് കൊടുക്കാൻ പോവാ. അറിയാമോ ആരാ ജയിക്കാന്ന്? അപ്പന്നേ നീ ഇങ്ങനെ മോന്തം പൂർപ്പിച്ചിരുന്നിട്ട് എന്ത് കാര്യമാണ്? നിന്നോട് കല്യാണം കഴിക്കുക നമ്മ എത്ര കാലമായി പറയണത്? നീ കേട്ടാ? അതൊക്കെ പോട്ടെ, നീ ഒരു ചായ പാടി. ചായ ഇല്ല. ചായ ഇല്ലേ? ഇല്ലാഞ്ഞിട്ടാ തരാഞ്ഞിട്ടാ?
വരാണ്ടാന്ന് കൂട്ടിക്കോ. അല്ല പൊണ്ണേ, അമ്മാവനോടുള്ള വിരോധം നീ നമ്മളോട് കാണിക്കണം എന്തിനാണ്? വേണ്ട, നീ ചായ വരണ്ട, അമ്മ കുടിക്കണമില്ല. ആ ചെല്ലി ഓ, നിങ്ങളെയും കാത്തിരിക്കുകയാണ്. എന്താ അപ്പുണ്ണി നിനക്കൊരു വ്യസനം? എന്ത് പറ്റിയതാ നിനക്ക്? നിങ്ങളെ പറ്റിച്ചില്ലേ? ഞാനോ? ആ, അമ്മൂനെ നില കൊടുക്കാൻ പറ്റില്ലേ? അയ്യോ, അതിനെന്താ? എടാ, അമ്മ പോയാലും നീ എന്റെ മരുമോനെല്ലാം ഉണ്ടാവോ? നിനക്ക് നല്ല പഴു പോകുന്ന പെണ്ണിനെ അമ്മാവ കണ്ടുവച്ചിട്ടുണ്ട്. ഇനി അവളാ എന്റെ മോള്. എനിക്ക് പെണ്ണ് കെട്ടണ്ട. പിന്നെ തറവാട് പൊളിച്ചു വെച്ചാൽ ഓണർ കിട്ടിയാൽ മതി. എന്തിനാണാവോ? ഞാൻ വല്ല തമിഴ് രാജ്യത്തും പോയി ജീവിച്ചോളാം. എടാ പൊട്ട, പൊട്ടാന്ന് വിളിച്ചോണ്ടല്ലോ. അമ്മാമയാണോ നോക്കുന്നു ഞാൻ. കണ്ടുപ്രായം എനിക്കെന്റെ വീട് കിട്ടണം. അല്ലെങ്കിലാ രണ്ട് 22 120 124 കണക്കന്മാർക്ക് കൂലി കൊടുക്കാനുണ്ട്. വടക്കേപ്പറമ്പിൽ നോക്കാം. വടക്കേപ്പറമ്പിലെ ചന്ദ്രൻ 54. മീനമാസം ഇത് കണ്ടാ പോരല്ലോ. അയ്യപ്പന്മാരെന്താ പതിവില്ലാതെ അധികാരിയോട് കാണാൻ തന്നെയാ. ഇത് അങ്ങോട്ടൊന്ന് എടുക്കണം. കാഴ്ചക്കളിയോ? അയ്യപ്പനായി തന്നെയാണോ അത്? അങ്ങോട്ട് ഇരിക്കുക. ഞാൻ ഇവിടെ ഇരുന്നോളാം. കുറെ നാളായിട്ട് വിചാരിക്കുക, ഇന്ന് തരപ്പെട്ടുള്ളൂ. എന്തെങ്കിലും കാര്യസാധ്യം ഉണ്ടാവും, അല്ലാതെ അയ്യപ്പനായിക്ക് ബുദ്ധി തോന്നില്ല. അയ്യോ, അങ്ങനെ വിചാരിക്കരുത്. എന്താ ഒരു കാര്യം പറയാനില്ലേന്ന് ചോദിച്ചാൽ ഒന്നേനും. അതല്ല, അപ്പുണ്ണിയുടെ കാര്യമാണ്. എന്തു പറ്റിയാണ്? ചില കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനുണ്ട്. അത് ഞാൻ വിചാരിച്ചത് നടക്കും. എന്നെ കൊണ്ടാവുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു തരാം. എന്താ വേണ്ടെന്ന് പറയും. അമ്മൂന് മേനമാഷയുടെ ആലോചന വന്നിട്ടുണ്ട്. അയാൾ നേരിട്ട് വന്ന് ചോദിച്ചപ്പോ മര്യാദയുടെ പേരിൽ ഞാൻ അങ്ങോട്ട് വന്നിരിക്കുകയും ചെയ്തു. എന്താ അയ്യപ്പനായർ ഇത്? ആ ചെക്കൻ എത്ര കാലമായി കാത്തുകൊണ്ടിരിക്കുന്നു? താൻ തന്നെയല്ലേ പറഞ്ഞ് ആശിപ്പിച്ചത്? അല്ല, നാട്ടുകാർക്ക് അതൊക്കെ പറയാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു ശ്രുതിയൊക്കെ ഞാനും കേട്ടു. നാട്ടുകാർക്ക് എന്താ പറയാൻ പാടില്ലാത്തത്? അതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് വിട്ടേക്കണം. അപ്പം ഇതിപ്പോ ഇന്നാവും നാളെ ആവും എന്ന് വിചാരിച്ചിരിക്കുമ്പോ നിങ്ങൾ ചുവട് മാറ്റി ചവിട്ടിയാൽ അത് മഹാപാപമല്ലേ അയ്യപ്പനായർ? ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എന്താ അയ്യപ്പനാരൊന്നും മിണ്ടാത്തത്? താമൂരിയുടെ പടനായന്മാർ വളർന്ന തറവാടാ. ഞാനൊരു ചായക്കച്ചവടക്കാരനായി. അടുത്ത തലമുറയെങ്കിലും അങ്ങനെ അല്ലാണ്ട് ആകണമെന്നൊരു മോഹം. അപ്പുണ്ണിയാണ് അമ്മൂനെ കെട്ടണമെന്ന് വെച്ചാ പേരാട്ട് കടകിട്ടുകാരെ ചായക്കടക്കാരാണെന്നേ ആളെന്നിട്ട് പറയും. മേനമാഷാവുമ്പോ എനിക്ക് ആ പഴയ പാരമ്പര്യം അങ്ങനെ തന്നെ നിലനിർത്താൻ പറ്റും. അമ്മൂനും അയാളോട് ഇത്തിരി താല്പര്യ. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? അപ്പുണ്ണി ആകെ കലികൊണ്ട് നിൽക്കുക. പണ്ട് തറവാട് പൊളിച്ചു വിട്ടിരുന്ന ഓഹരി വേണത്രേ. നാട് വിടാൻ പോവാണ്. 2 ദിവസത്തിനുള്ളിൽ ഓഹരി കൊടുത്തില്ലെങ്കിൽ അവൻ എന്താ ചെയ്യാൻ പോണെന്ന് പറയാൻ പറ്റില്ല. തന്നെയല്ല, അവൻ പോയാൽ പിന്നെ പീഡിയെ എങ്ങനെയാ നടത്തുന്നതെന്ന് എനിക്ക് അറിയാനുമില്ല. അപ്പോ ഒന്നാമതായി അമ്മുന്റെ മേനോമാഷൻ കല്യാണത്തിന് അവൻ സമ്മതിക്കണം. രണ്ടാമതായി ഓഹരി ഒഴിക്കരുത്. മൂന്നാമതായി കല്യാണം കഴിഞ്ഞാലും അവൻ ചായപ്പീടി വിട്ട് പോകാൻ പാടില്ല. അതുകാരി എങ്ങനെയെങ്കിലും അവനെ കൊണ്ട് അതൊക്കെ ഒന്ന് സമ്മതിപ്പിക്കണം. മഹാകഷ്ടാണ് കാര്യം. എങ്കിലും അയ്യപ്പനായർ ഇത്രത്തോളം ഒന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. താൻ പോണ വഴിക്ക് ആ ഹാജിയാരോട് ഇവിടം വരെ വന്നിട്ട് പോകാൻ പറഞ്ഞെന്ന് പറയാം. ഇപ്പൊ അപ്പുണ്ണി എന്ത് പറയാവോ? അയ്യപ്പനായർ കാണിച്ചു കണ്ടിത്തരാ.
ഇത്രയും നാളും അമ്മു അപ്പുണ്ണിക്ക് എന്ന് പറഞ്ഞിരുന്നിട്ട് എങ്ങാണ്ടോ കിടക്കുന്ന ഒരു മാഷെ കണ്ടപ്പോ അയാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ തീരുമാനിക്കുന്നു വെച്ചാൽ ചെണ്ടിത്തരവാ. അയാൾ വാക്കിന് വ്യവസ്ഥയില്ലാത്തവനാ. അപ്പുണ്ണി തറവാടി ആയതുകൊണ്ടാ ഇപ്പൊ നേരെ തടി ചീറ്റാവാതിരിക്കുന്നത്. അല്ലെങ്കിൽ നിലവിട്ട് കളിക്കുന്നവനല്ല അപ്പുണ്ണി. ഇനിയിപ്പോ വേറൊരു കാര്യം, ഈ പെണ്ണ് പോയെന്ന് വെച്ചോളൂ, ഇതിനേക്കാൾ സുന്ദരിയായ ഒരു പെണ്ണ് കിട്ടില്ലേ അപ്പുണ്ണിക്ക്? അത് ചോദിക്കാനുണ്ടോ? നല്ല പണക്കാരത്തി പെൺകുട്ടിയെ തന്നെ കിട്ടും അപ്പുണ്ണിക്ക്. അപ്പുണ്ണി, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ കേൾക്കുവോ? എന്ത് കാര്യം? നിന്റെ അമ്മാവനെ പറ്റി ഈ നാട്ടുകാർക്കൊക്കെ അറിയാം. അയാൾ ചെറ്റയാ, ഓന്തിനെ പോലെ നടമാറുന്നവനാ. ഇപ്പൊ ഈ സംഭവം കൂടെ ആയപ്പോ മുഴുവനായി. നീ അങ്ങനെയല്ലല്ലോ. പേരാറ്റ് പടവീട്ടിൽ അപ്പുണ്ണി എന്ന് പറഞ്ഞാൽ ആരാ? തറവാടി, അന്തസ്സുള്ളവൻ, അഭിമാനി. എന്താ കാര്യല്ലേ? അക്കാര്യത്തിൽ ആർക്കും സംശയമില്ല. അപ്പോ തറവാടിന്റെ മാനം കാക്കുന്നത് നിന്റെ ചുമതലയല്ലേ? ഞാൻ പറയണ്ടേ? നിന്റെ അമ്മാവന്റെ മകളല്ലേ അമ്മു. അവളുടെ ആഗ്രഹം മറ്റൊന്നാണെന്ന് മനസ്സിലായാൽ പിന്നെ അധികം പറയിപ്പിക്കാതെ ആ കല്യാണം കൊണ്ട് നടത്തി കൊടുക്കാന്നുള്ളതല്ലേ നമ്മുടെ ചുമതല. ഞാൻ പോവുക എവിടേക്കെങ്കിലും. പൊക്കോ. പക്ഷെ ഒരു തറവാടി എന്ന നിലയ്ക്ക് ഈ കല്യാണം നടത്തി കൊടുത്തിട്ട് നീ എവിടെ വേണമെങ്കിൽ പൊക്കോ. നാളെ പേരാറ്റ് പടവീട്ടിലെ കാരണവനാവേണ്ടവനാ നീ. നാലാൾ പറയട്ടെ അമ്മാവൻ ചെറ്റയും മരുമോൻ അന്തസ്സുള്ളവനാണ്. കല്യാണം നടത്തി കൊടുക്കാണ്ട് പോയ ആളുകൾ പറയില്ലേ അപ്പുണ്ണി അസൂയ ഉണ്ടാണെന്ന്? അപ്പുണ്ണി, നിങ്ങൾ നോക്ക്, ഞാനാ പറയണത്. നീ മുൻകൈയെടുത്ത് ഈ കല്യാണം നടത്തി കൊടുക്കും. കല്യാണം കഴിഞ്ഞ് കുറച്ച് കോഴി കൂടിയ എന്നെ ഇവിടെ കാണില്ല. വേണ്ട, പക്ഷെ അതുവരെ നീ കൂടെ ഉണ്ടാവണം എല്ലാത്തിനും.